ബൈബിളിലെ ഭക്ത വനിതകൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സൂമിൽ കൂടെയും പിന്നെ യൂട്യൂബ് മീഡിയയിലും കൂടാതെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ എല്ലാ മാധ്യമങ്ങളിലൂടെയും ലിങ്ക്സിലൂടെയും ഈ പഠനം ശ്രദ്ധിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഭക്ത വനിതകൾ എന്നുള്ള വിഷയത്തിൽ 4ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് വന്നിരിക്കുന്നത്. ബൈബിളിൽ അനേകം നല്ല ദൃഷ്ടാന്തങ്ങൾ, ഉത്തമമായ നല്ല ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഹെബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് സാക്ഷികളുടെ വലിയ ഒരു സമൂഹം എന്നാണ്, എ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. നാം അങ്ങനെയുള്ള ചില സാക്ഷികളെക്കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചു വരുന്നത്. ഇന്ന് 4ാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ നമ്മുടെ പഠനത്തിൻ്റെ വിഷയം അബിഗയിൽ എന്ന ദൈവഭക്തയായ സ്ത്രീയെക്കുറിച്ചാണ്. ഈ പഠനം നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ഉണർത്തുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ആരാണ് അബിഗയിൽ എന്നുള്ള ചോദ്യമാണ് ആദ്യം നാം ഉത്തരം കൊടുക്കേണ്ടത്. ഈ അബിഗയിലിനെ കുറിച്ചുള്ള ആ വിവരണം, അബിഗയിലിൻ്റെ കഥ 1 ശമൂവേൽ 25-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആ അധ്യായം മുഴുവനും അബിഗയിലിൻ്റെ സ്റ്റോറിയാണ്. 1 ശമൂവേൽ ചാപ്റ്റർ 25 അവിടെ അത് കാണാൻ സാധിക്കും. അബിഗയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം മൈ ഫാദേഴ്സ് ജോയ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടപുത്രി എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ പിതാവിൻ്റെ സന്തോഷമാണ് ഞാൻ എന്ന് വെച്ചാൽ വളരെ സന്തോഷവതിയായ ഒരു പ്ലസൻ്റായ ഒരു സ്ത്രീയെയാണ് അബിഗയിൽ കൂടെ നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയുന്നത്. ഷീ വാസ് എ പ്ലസൻറ്റ് വുമൺ. കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ചെയ്യുന്ന ഒരാൾ എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഈ അബിഗയിലിനെ കുറിച്ചുള്ള പരാമർശം നമുക്ക് ബൈബിൾ തുറന്ന് വായിക്കാം. 1 ശമൂവേൽ 25-ാം അധ്യായം 2ഉം 3ഉം വചനങ്ങൾ ആമുഖമായി നമുക്ക് വായിക്കാം. 1 ശമൂവേൽ ചാപ്റ്റർ 25 വേഴ്സസ് 2 and 3 വായിക്കാം. കർമ്മേലിൽ വ്യാപാരമുള്ള ഒരു മാവോന്യൻ ഉണ്ടായിരുന്നു. അവൻ മഹാധനികനായിരുന്നു. അവന് 3000 ചെമ്മരിയാടും 1000 കോലാടും ഉണ്ടായിരുന്നു. അവന് കർമ്മേലിൽ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരം ഉണ്ടായിരുന്നു. അവന് നാബാൽ എന്നും അവന്റെ ഭാര്യയ്ക്ക് അബിഗയിൽ എന്നും പേർ. അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയും. അവനോ നിഷ്ഠുരനും ദുഷ്കർമ്മിയും ആയിരുന്നു. അവൻ കാലേബ് വംശക്കാരൻ ആയിരുന്നു. ഇവിടെ അബിഗയിലിനെ കുറിച്ചും അവരുടെ ഭർത്താവിനെ കുറിച്ചും ഉള്ള വിവരണമാണ് കാണുന്നത്. 2 സ്വഭാവക്കാരായ വിപരീത ദിശയിലുള്ള സ്വഭാവമുള്ള 2 പേരെയാണ് ഈ കുടുംബത്തിൽ ദൈവം യോജിപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള പല കുടുംബങ്ങളെയും നാമും കണ്ടിട്ടുണ്ടല്ലോ. ഈ അബിഗയിൽ ധനവാനായ നാബാൽ എന്ന ഒരു യഹൂദൻ്റെ ഭാര്യ ആയിരുന്നു. ഈ നാബാലും ഒക്കെ ജീവിച്ചിരുന്ന സ്ഥലത്തിൻ്റെ പേര് മാവോൻ എന്നാണ്. അതുകൊണ്ടാണ് മാവോന്യനായ നാബാൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കർമ്മേൽ എന്ന ദേശത്തിൻ്റെ അടുത്താണ്. കർമ്മേൽ പർവ്വതമല്ല. യെരൂശലേമിനും പിന്നെ ബേർഷെബയ്ക്കും ഏതാണ്ട് മധ്യത്തിലായി. യെരൂശലേമിന് തെക്ക് മാറി ഏതാണ്ട് ഒരു 30-40 കിലോമീറ്റർ ദൂരെയുള്ള ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ മാവോൻ എന്ന സ്ഥലവും. അതുപോലെ കർമ്മേൽ എന്ന ഇവരുടെ ആടുകളെയൊക്കെ മേയിച്ചുകൊണ്ടിരുന്ന സ്ഥലവും ഒക്കെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. ആദ്യം ഞാൻ അബിഗയിലിനെ കുറിച്ച് പറയാം. ഈ അബിഗയിലിനെ കുറിച്ച് ഇവിടെ പറയുന്നത് അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയുമായിരുന്നു. 2 പ്രത്യേകതകൾ അബിഗയിലിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഷീ വാസ് ഇൻ്റലിജൻറ്റ് ആൻഡ് ഷീ വാസ് ബ്യൂട്ടിഫുൾ. നാം ചുറ്റും നോക്കിയാൽ ഈ 2 ഗുണവിശേഷങ്ങളും ചേർന്ന് ഒത്തുവരുന്ന സ്ത്രീകളെ വളരെ ചുരുക്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു സ്വഭാവം പലരിലും ഉണ്ടായിരിക്കും. ഒന്നുകിൽ സുന്ദരിയായിരിക്കും, അപ്പോൾ വേണ്ടത്ര പരിജ്ഞാനമില്ലാത്തവളായിരിക്കാം. ചിലപ്പോൾ പരിജ്ഞാനമുള്ളവളായിരിക്കാം, എന്നാൽ കാഴ്ചയിൽ സുമുഖി ആയിരിക്കണമെന്നില്ല. എന്നാൽ ഈ അബിഗയിലിനെ കുറിച്ച് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളും ഒത്തുചേർന്ന് വന്ന ഒരു സ്ത്രീയായിരുന്നു ഈ അബിഗയിൽ. ദൈവവചനമായ ബൈബിളിൽ ജ്ഞാനമുള്ള സ്ത്രീകളെക്കുറിച്ച് പല വിവരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 1-ാം വചനം ആദ്യം വായിക്കാം. പ്രൊവേർബ്സ് ചാപ്റ്റർ 14 വേഴ്സ് 1. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. ജ്ഞാനമുള്ള സ്ത്രീ തൻ്റെ വീട് പണിയുന്നു, അവളുടെ കുടുംബത്തെ പണിത്
അനുഗ്രഹമാക്കി മുമ്പോട്ട് കൊണ്ടുവരുന്നു. മക്കളെയും ഭർത്താവിനെയും ഒക്കെ പരിചരിച്ച് കുടുംബമൊക്കെ നോക്കി കുടുംബം ഒരു അനുഗ്രഹമാകുവാൻ ജ്ഞാനമുള്ള ഒരു ഭാര്യയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഇവിടെ നമുക്ക് കാണാം. അടുത്തതായി സദൃശവാക്യങ്ങൾ 31 അധ്യായം 10 വാക്യവും അതിനുശേഷം 30 വചനവും വായിക്കാം. Proverbs 31 verses 10 and then verse 30 വായിക്കാം. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. 30 സാമർഥ്യമുള്ള ഭാര്യ വളരെ വിലമതിക്കപ്പെടുന്നവളാണ്. മുത്തുകളെക്കാളും അവളുടെ വില ഏറും. ഈ സാമർഥ്യം എന്ന് പറയുന്ന എല്ലാത്തരം കഴിവുകളും ജ്ഞാനവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇവിടെ ഈ സദൃശവാക്യങ്ങളിൽ നാം വായിക്കുന്നത്. നമ്മുടെ ഓരോ സഹോദരിമാരും നാം എല്ലാവരും സഹോദരന്മാരും ഒക്കെയും ജ്ഞാനമുള്ളവരും സാമർഥ്യമുള്ളവരും തങ്ങളുടെ കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്യുവാൻ പരിശീലിക്കുന്നവരും ആയിരിക്കണം. ഇനി 30 വചനം കൂടെ വായിക്കാം. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ലാവണ്യവും ഒക്കെ വ്യർത്ഥമാണ്. ബ്യൂട്ടി ഒക്കെ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതായി പോകും. അത് വ്യർത്ഥമാണ്. എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സ്ത്രീക്ക് പ്രശംസ ലഭിക്കും എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മറ്റൊരു സ്ത്രീയെക്കുറിച്ചും കൂടെ നമുക്ക് വായിക്കാം. ജ്ഞാനമുള്ള ഒരു സ്ത്രീ പക്ഷേ വിവേകമില്ലാത്തവൾ. അവരെക്കുറിച്ച് സദൃശവാക്യങ്ങൾ 11 അധ്യായം 22 വചനത്തിൽ കാണുന്നുണ്ട്. Proverbs chapter 11 verse 22. വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊൻ മൂക്കുത്തി പോലെ. അത് ഒരു വലിയൊരു താരതമ്യമാണ്. വിവേകമില്ലാത്ത ഒരു സുന്ദരി ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. അവൾക്ക് വിവേകമില്ല, സൗന്ദര്യമുണ്ട്, കണ്ടാൽ കൊള്ളാം, പക്ഷെ വിവേകമില്ല. അവളെ ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു പന്നിയുടെ മൂക്കിൽ സ്വർണം കൊണ്ടുള്ള ഒരു മൂക്കുത്തി ഇട്ടാൽ എങ്ങനെയിരിക്കും? അത് ആ പന്നിക്ക് ഒരിക്കലും ചേരുകയില്ല. അതെ, ഇവൾ വിവേകമില്ലാത്ത സ്ത്രീയാണ്. ഈ സൗന്ദര്യം അവൾക്ക് ചേരുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ അബിഗേലിനെ പോലെ എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണം. നിങ്ങൾക്ക് ദൈവ സൗന്ദര്യം തന്നിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം ദൈവഭക്തിയും അതുപോലെ ജ്ഞാനവും വിസ്ഡവും എല്ലാം ചേർന്ന് പോകണം. അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നാം യാക്കോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു, നിങ്ങൾക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഔദാര്യമായി നൽകുന്ന, വഴക്ക് പറയാതെ ശാസിക്കാതെ ധാരാളം കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, അപ്പോൾ ദൈവം ജ്ഞാനം നൽകും എന്ന് കാണാൻ സാധിക്കും. ഈ സ്ത്രീ ജ്ഞാനമുള്ളവളായിരുന്നു, സൗന്ദര്യവതിയും ആയിരുന്നു എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവളുടെ ഭർത്താവ് ഇതിന് നേരെ വിപരീത സ്വഭാവക്കാരനായിരുന്നു. ഭർത്താവായ നാബാൽ, അദ്ദേഹത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. 2 വാക്യം നോക്കിയാൽ അദ്ദേഹം വളരെ ധനവാനായിരുന്നു, ബിസിനസ് ചെയ്യാൻ മിടുക്കനായിരുന്നു. 3000-ലധികം ആടുകളും കോലാടുകളും ചെമ്മരിയാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. കർമ്മേൽ എന്ന ആ പ്രദേശത്തായിരുന്നു ആടുകളെയൊക്കെ മേയിച്ചിരുന്നത്. അതിനിടയന്മാരും മറ്റുമൊക്കെ ഉണ്ട്. അത് അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഈ പശ്ചാത്തലം, ഈ സമയമെന്ന് പറയുന്നത് ചെമ്മരിയാടുകളെയെല്ലാം കൂടെ കൂട്ടി അതിൻ്റെ രോമം കത്തിരിക്കുന്ന ഒരു പ്രത്യേക ഒരു സമയമായിരുന്നു. ഈ രോമം കത്തിരിക്കുന്ന സമയം ഉടമസ്ഥന് വളരെ പണം കിട്ടുന്ന ഒരു സമയമാണ്. ഈ കത്തിരിക്കുന്ന ഈ രോമമൊക്കെയും വിൽക്കുമ്പോൾ നല്ല ഒരു പണം അയാൾക്ക് കിട്ടും. അതുകൊണ്ട് വളരെ ആഘോഷമായിട്ട് വലിയ വിരുന്നൊക്കെ കഴിച്ച് ഇയാൾ മദ്യപിച്ച് ഒക്കെയാണ് ഈ സമയം ആഘോഷിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, എന്നാൽ ഈ മനുഷ്യൻ പണക്കാരനായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു. എങ്കിലും അയാളെക്കുറിച്ച് പറയുന്നു, നമുക്ക് 3 വാക്യത്തിൽ കാണാൻ സാധിക്കും, അവൻ നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നു. അവൻ കാലേബ് വംശക്കാരനായിരുന്നു. കാലേബ് ദൈവഭക്തനായ ഒരു നല്ല മനുഷ്യനാണെന്ന് നമുക്കറിയാം. എങ്കിലും അവൻ്റെ സന്തതി പരമ്പരയായിട്ട് വന്നപ്പോൾ ഈ നാബാൽ വിവേകമില്ലാത്തവനായി തീർന്നു. എന്ന് മാത്രമല്ല, അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രയോഗങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ കാണാൻ സാധിക്കും. അവൻ നിഷ്ഠൂരനും ദുഷ്കർമ്മിയും വളരെ ക്രൂരനും, അവൻ്റെ കീഴിലുള്ള ജോലിക്കാരുടെ മേലൊക്കെ വളരെ കഠിനമായി ഇടപെടുന്ന ഹാർഷായിരിക്കുന്ന ഒരു സ്വഭാവമുള്ളവനും, കൂടാതെ നന്ദിയില്ലാത്തവനും, മറ്റുള്ളവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നവരും ഒക്കെ ആയിരിക്കുന്ന ഒരു തരം താണ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ഈ അബിഗയിലിൻ്റെ ഭർത്താവായ നാബാൽ എന്ന് കാണാൻ സാധിക്കും. നാബാലിനെ കുറിച്ച് 2 വചനങ്ങൾ നമുക്ക് നോക്കാം. ഇതേ അധ്യായത്തിൻ്റെ 1 ശമൂവേൽ 25 അധ്യായം 10 വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. വേഴ്സ് 10. നാബാൽ ദാവീദിന്റെ ഭൃത്യന്മാരോട്, ദാവീദ് ആർ? ഇശ്ശായിയുടെ മകൻ ആര്?
യജമാനന്മാരെ വിട്ടുപോയി കളയുന്ന ദാസന്മാർ ഇക്കാലത്ത് വളരെയുണ്ട്. ഈ ദാവീദിനെ കുറിച്ചും ശൗൽ രാജാവിനെ കുറിച്ചും ഒക്കെ നന്നായിട്ട് നാബാലിന് അറിയാം. ദാവീദ് പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞ് ദാസന്മാർ വന്നപ്പോൾ ഇവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട്, നിന്ദിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് പറയാണ്, ദാവീദ് ആരാണ്? ഇശായിയുടെ മകൻ ആരാണ്? എനിക്ക് അയാളെ അറിഞ്ഞുകൂടാ. യജമാനനെ വിട്ട് പോയിക്കളയുന്ന ദാസന്മാർ ഈ കാലത്ത് വളരെ ഉണ്ട്. എന്ന് വെച്ചാൽ ശൗലിനെ വിട്ട് ഇഷ്ടം പോലെ ഓടി നടക്കുന്ന ഒരു ദാസനാണ് ദാവീദ്. അവനുമായിട്ട് എനിക്ക് കാര്യമൊന്നുമില്ല എന്നിങ്ങനെ ദാവീദിനെ നിന്ദിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് ഈ നാബാലിൻ്റെ ഒരു സ്വഭാവമാണ്. വീണ്ടും നമുക്കതിൻ്റെ 17-ാം വാക്യം കൂടെ വായിച്ചു നോക്കാം. വേഴ്സ് 17 ഓഫ് ദ സെയിം ചാപ്റ്റർ. ആകയാൽ ഇപ്പോൾ ചെയ്യേണ്ടത് എന്തെന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ യജമാനും അവന്റെ സകല ഭവനത്തിനും ദോഷം നിർണയിച്ചു പോയിരിക്കുന്നു. അവനോ ദുസ്വഭാവിയാകൊണ്ട് അവനോട് ആർക്കും ഒന്നും മിണ്ടിക്കൂടാ. ഇതാണ് ദാസന്മാർ വന്ന് ഈ യജമാനനായ നാബാലിനെ കുറിച്ച് ഭാര്യയായ അബീഗയിലിനോട് പറയുന്നത്. ഹി ഈസ് സച്ച് എ വർത്ത്ലെസ് മാൻ ദാറ്റ് നോ വൺ ക്യാൻ സ്പീക്ക് ടു ഹിം. അവൻ അങ്ങനെ ഒരു വല്ലാത്ത സ്വഭാവക്കാരനാണ്. അവനോട് നേരിട്ട് ആർക്കും നല്ല കാര്യങ്ങളൊന്നും പറയാൻ വയ്യ. അവൻ തിരിച്ചടിക്കും, തിരിച്ച് സംസാരിക്കും. അവൻ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരുന്നു എന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നാം ഇവിടെ ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ചിന്തിച്ചുവല്ലോ. ഇവർ വിപരീത സ്വഭാവക്കാരായിരുന്നു. അത് സാധ്യമാണോ? ഒരു ഭാര്യ നല്ല ജ്ഞാനമുള്ളവളും സൗന്ദര്യവതിയും നല്ല വിവേകമുള്ളവളുമായിരുന്നു, പക്ഷേ ഭർത്താവ് നേരെ വിരുദ്ധമായ സ്വഭാവക്കാരൻ. എന്നാൽ നാം ചിന്തിച്ചു നോക്കിയാൽ ഇങ്ങനെയുള്ളവരെയും ദൈവം ഒന്നിച്ച് കുടുംബമായി കൂട്ടിച്ചേർക്കാറുണ്ട്. ചിലപ്പോൾ ഭർത്താവ് ദൈവഭക്തനായിരിക്കാം, ഭാര്യ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനമില്ലാത്തവർ ആയിരിക്കാം. അത് ഇയ്യോബിൻ്റെയും ഭാര്യയുടെയും ദൃഷ്ടാന്തം നാം അത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇവിടെ തിരിച്ചാണ്. ഭാര്യ ജ്ഞാനമുള്ളവളും അതുപോലെ സൗന്ദര്യമുള്ളവളുമാണ്, പക്ഷേ ഭർത്താവ് വല്ലാത്ത ഒരു മൊഷടൻ സ്വഭാവക്കാരനാണ് എന്ന് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ വഴി, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വഴികളെക്കാളൊക്കെ ഉന്നതമാണ്. നമ്മുടെ ചിന്തകളെക്കാൾ ദൈവത്തിൻ്റെ ചിന്തകൾ ഉന്നതമാണ്. ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ദൈവത്തെ അറിയാത്ത ആളും അന്വേഷിക്കാത്ത ആളും അല്ലെങ്കിൽ പ്രത്യേക പ്രയാസമുള്ള സ്വഭാവം ഉള്ള ഒരു ഡിഫിക്കൽട്ട് പേഴ്സൺ ആയി നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവകൃപയ്ക്കായിട്ട് ചോദിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യണം. ദൈവത്തിൻ്റെ വഴി ഉന്നതമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. ഐസയ 55 and verse 8. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നോക്കുക, ദൈവം പറയുന്നു, എൻ്റെ വഴികളും നിങ്ങളുടെ വഴികളും അത് വളരെ വ്യത്യാസമുള്ളതാണ്. മലയാളത്തിൽ അജഗജാന്തരം എന്ന് പറയും. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം വലിയ വ്യത്യാസമാണ്. ദൈവത്തിൻ്റെ വഴികളും മനുഷ്യരുടെ വഴികളും വളരെ വ്യത്യാസമുള്ളതാണ്. ഇവിടെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഈ ദോഷ സ്വഭാവക്കാരനായ നാബാലിന് നല്ല സ്വഭാവമുള്ള ഒരു ഭാര്യയാണ് കൊടുത്തത്. നാം ദൈവവചനത്തിൽ വായിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവനിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് പ്രയാസമുള്ള ഒരു ജീവിത പങ്കാളിയാണ് ദൈവം നൽകിയിരിക്കുന്നതെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് സഹനത്തോടെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയാൽ മതി. ദൈവം നിങ്ങളുടെ കഴിവിന് മീതെയുള്ള ഒരു പരിശോധന ഒരിക്കലും നൽകുകയില്ല എന്ന് ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. നമുക്ക് ഈ സംഭവത്തിലേക്ക്, ഈ കഥയിലേക്കൊന്ന് പോകാം. എന്താണ് ഇവിടെ സംഭവിച്ചത്? ദാവീദ് തൻ്റെ ആളുകളെ നാബാലിൻ്റെ ഈ ആടുകളെ രോമം കത്തിരിക്കുന്ന ഈ മഹാമഹത്തിലേക്ക്, ഈ ഉത്സവത്തിലേക്ക് അയക്കുകയാണ്. വലിയ വിരുന്നും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ദാവീദ് ശൗലിനെ പേടിച്ച് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൂടെ അലഞ്ഞുഴന്ന് നടക്കുകയാണ്. ഇപ്പോൾ കർമ്മേലിലും ആ ചുറ്റുപാടുള്ള പാരാൻ മരുഭൂമിയിലും ആ ദേശത്തൊക്കെയാണ് താമസിക്കുന്നത്. ഒളിച്ച് മാറി മാറി പാർക്കുകയാണ്. അവർക്ക് 600 പേരുണ്ട്, ഭക്ഷണമൊക്കെ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സദ്യയും കാര്യങ്ങളോടെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അല്പം ഭക്ഷണം തരണമേ എന്നുള്ള അപേക്ഷയുമായിട്ടാണ് ദാവീദ് ആളുകളെ അയച്ചത്. 4 മുതൽ 9 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് ഗ്രീറ്റിംഗ്സ് ഒക്കെ പറഞ്ഞിട്ട് ഈ അടിയന്തരത്തിലേക്ക്, രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിലേക്ക് ദാസന്മാരെ അയച്ചു. അതുകൊണ്ട് ഈ ബാല്യക്കാരോട് ദയ തോന്നണം. നല്ല നാളിലാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. നിന്റെ കയ്യിൽ വരുന്നത് അടിയങ്ങൾക്കും നിന്റെ മകനായ ദാവീദിനും തരണമേ എന്ന് പറയുവിൻ. 8-ാം വാക്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ദാസന്മാർ അവിടെ ചെല്ലുന്നത്. അപ്പോഴാണ് നാബാൽ ക്രുദ്ധനായി സംസാരിക്കുന്നു. ഞാൻ ഒരുക്കിയ വിരുന്ന്
ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത, യജമാനെ വിട്ട് ഓടിപ്പോകുന്ന എനിക്ക് അല്ലെങ്കിൽ യോജിക്കാത്ത ആളുകൾക്ക് ഞാൻ ഒരിക്കലും കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് അവരെ വെറും കൈയോടെ പറഞ്ഞയക്കുന്നതാണ് ഒന്നാം ഭാഗം. എന്നാൽ ഇത് കേട്ടപ്പോൾ ദാവീദ് പെട്ടെന്ന് തിരിച്ചടിക്കുവാനുള്ള ഒരു വ്യഗ്രത, ഒരു സ്വഭാവം അവനിൽ കത്തിക്കയറി. പെട്ടെന്ന് അവൻ പറഞ്ഞു, എല്ലാവരും വാൾ അരക്കിട്ടുവീൻ, നമുക്ക് പോകാം. ഇന്ന് രാത്രി തന്നെ പോയി നാബാലിന്റെ വീട്ടിലെ സകല പുരുഷന്മാരെയും കൊന്ന് മുടിക്കണം. ദാവീദിന്റെ ജീവിതത്തിലെ കറുത്ത ചില വരികൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ക്രൂരമായി പെട്ടെന്ന് റിറ്റാലിയേറ്റ് ചെയ്യുന്ന, തിരിച്ചടിക്കുന്ന, പ്രതികാരം ചെയ്യാനുള്ള ഒരു മനസ്സ്. എന്നാൽ പിൽക്കാലത്ത് ഒരുപക്ഷെ ദാവീദ് അതൊക്കെയും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് കാര്യങ്ങളെ ശരിയാക്കി കാണും. തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് ദൈവം ദാവീദിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള കറുത്ത ചില വരികളും ചില പേജുകളും ഒക്കെ ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ കാര്യത്തിലും പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ നാം അതൊക്കെയും തിരുത്തി എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതങ്ങളെ ശരിയാക്കി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. നമുക്കറിയാം, ഈ വിവരം പെട്ടെന്ന് അബിഗയിലിന് ദാസന്മാർ വന്ന് അറിയിച്ചു. 14 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ അവരുടെ ദാസൻ വന്ന് അബിഗയിലിനോട് പറയുകയാണ്, ദാവീദിനെ നാബാൽ പരിഹസിച്ച് വിട്ടു, അവനോ ദുസ്വഭാവി ആയതുകൊണ്ട് അവനോട് ആർക്കും ഒന്നും മിണ്ടിക്കൂടാ. ദാസൻ യജമാനെ കുറിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് ആർക്കും ഇയാളോട് സംസാരിക്കാൻ പറ്റത്തില്ല, അയാൾ തിരിച്ചടിക്കുന്ന സ്വഭാവക്കാരനാണ്. എന്നാൽ ഈ അബിഗയിൽ ജ്ഞാനിയായിരുന്നു, അവൾ പരിജ്ഞാനമുള്ളവളാണ്. പെട്ടെന്ന് വളരെ ക്വിക്കായി അവൾ എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് മനസ്സിലായി. അവൾ പെട്ടെന്ന് ദാവീദിനും കൂട്ടർക്കും കൊടുക്കാനുള്ള ഭക്ഷണമെല്ലാം അനേകം കഴുതകളുടെ പുറത്ത് ചുമടായിട്ട് കയറ്റി പെട്ടെന്ന് ദാവീദിനെ കാണുവാനായിട്ട് ദാവീദ് വരുന്ന വഴി കൂടെ അങ്ങോട്ട് പോയി ദാസന്മാർ ചെന്ന് അവിടെ നിന്നു. ഈ അബിഗയിലും പുറകെ ചെന്നു. അവളുടെ വേഗത്തിലുള്ള ആക്ഷൻ അവിടെ കാണാൻ സാധിക്കും. 18 മുതൽ 23 വരെയുള്ള വചനങ്ങളിൽ അത് കാണാൻ കഴിയും. 23-ാം വചനം, വേഴ്സ് 23. അബിഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങി ദാവീദിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അത് അവളുടെ സ്വഭാവമാണ് കാണിക്കുന്നത്. അവൾ അവന്റെ കാൽക്കൽ വീണു പറഞ്ഞത് 24-ാം വാക്യം, വേഴ്സ് 24, യജമാനനെ, കുറ്റം എൻ്റെ മേൽ ഇരിക്കട്ടെ, അടിയൻ ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ, അടിയൻ്റെ വാക്കുകളെ കേൾക്കണമേ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അവൾ കുറ്റമേറ്റെടുത്തുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് അവൻ്റെ കാൽക്കൽ വീണു. അതിനുശേഷം 24 മുതൽ 31 വരെയുള്ള വചനങ്ങൾ ഒരു നീണ്ട ഒരു പ്രസംഗം പോലെയാണ് അബിഗയിൽ ദാവീദിനോട് സംസാരിക്കുന്നത്. തികച്ചും ജ്ഞാനത്തോടെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് ഏറ്റവും നന്നായി അവൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ കുറ്റം തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് സംസാരിച്ചു. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം. ദാവീദ് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, ഭക്ഷണവും എല്ലാം വാങ്ങിച്ചുകൊണ്ട് അവളെയും അനുഗ്രഹിച്ചിട്ട് ദാവീദ് മടങ്ങിപ്പോയി. എന്നാൽ നമുക്കറിയാം, അതിനുശേഷം 10 ദിവസം കഴിഞ്ഞപ്പോൾ അബിഗയിലിൻ്റെ ഭർത്താവായ നാബാൽ മരിച്ചു. അതേ തുടർന്ന് 39 മുതലുള്ള വാക്യങ്ങളിൽ അബിഗയിലിനെ ആളയച്ചു വരുത്തി ദാവീദ് അവളെ വിവാഹം ചെയ്ത് രാജ്ഞിയാക്കി തീർക്കുന്നു. ഇതാണ് ഈ ചുരുക്കമായിട്ട് ഈ കഥ എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ അബിഗയിലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇനിയുള്ള സമയം നമുക്ക് വേഗം ചിന്തിച്ചു പോകാം. അവൾ ഇസ്രായേൽ ദേശത്ത് ദാവീദ് രാജാവിൻ്റെ ഭാര്യയായിരിക്കുന്ന രാജ്ഞിയായിരുന്നു. ഷീ വാസ് വൺ ഓഫ് ദ ക്വീൻസ് ഓഫ് ഇസ്രായേൽ. അടുത്തതായിട്ട് അവൾ ഒരു പ്രവാചകിയായിരുന്നു. ഇവിടെ അവൾ സംസാരിച്ച പ്രവചന വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹെബ്രായ തൽമൂദിൽ, ഹെബ്രായ ബൈബിളിൽ, അതായത് നമ്മുടെ പഴയ നിയമത്തിൽ 7 സ്ത്രീകൾ പ്രവചിക്കുന്നവരായിട്ടുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹെബ്രായ തൽമൂദ് എന്നതിനെ വിളിക്കും. അവരുടെ ഒരു ആധികാരിക പുസ്തകമാണ്. 7 പ്രവചിക്കുന്ന സ്ത്രീകളുണ്ടായിരുന്നു. അതിൽ ഒരാളായിട്ടാണ് അബിഗയിലിനെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവളുടെ പ്രവചനം? നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. ആ അധ്യായത്തിൻ്റെ 1 സാമുവേൽ 25 വേഴ്സസ് 28ഉം 29ഉം വാക്യങ്ങൾ വായിക്കാം. അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ, യഹോവ യജമാനന് സ്ഥിരമായൊരു ഭവനം പണിയും. യഹോവയുടെ യുദ്ധങ്ങളെയല്ലയോ യജമാനൻ നടത്തുന്നത്. ആയുഷ്കാലത്തൊരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിന്റെ ശത്രുക്കളുടെ പ്രാണങ്ങളെയോ അവൻ കവിണയുടെ തടത്തിൽ നിന്ന് എന്ന പോലെ എറിഞ്ഞുകളയും. ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്
പ്രവാചകാത്മാവിൽ അബിഗയിൽ പ്രസ്താവിക്കുകയാണ്. ഈ കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല. അവൾ എന്തൊക്കെയാണ് പറയുന്നത്? അവൾ പറയുകയാണ്, യജമാനന് ദൈവം സ്ഥിരമായൊരു ഭവനം പണിയും. ഇപ്പോൾ ദാവീദിന് സ്ഥിരമായ ഭവനമൊന്നുമില്ല. യജമാനന് ദൈവം സ്ഥിരമായ ഒരു ഭവനം പണിയും. യഹോവയുടെ യുദ്ധങ്ങളെയാണല്ലോ അവിടുന്ന് നടത്തുന്നത്. ആയുഷ്കാലത്ത് ഒരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല. ഈ കാര്യങ്ങളൊക്കെ ഒരു പ്രവചന ആത്മാവിൽ അവൾ പറയുന്നു. മനുഷ്യർ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. പിന്നെ അതിനുശേഷം പറയുകയാണ്, എന്നാൽ യജമാനന് യഹോവ വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും നിവർത്തിക്കും. നിന്നെ ഇസ്രായേലിന് ദൈവം പ്രഭുവാക്കി വയ്ക്കും. ഇതൊക്കെ അവൾ പ്രവചിച്ചു. അബിഗയിലിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാം. ഇത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. നല്ല പല പാഠങ്ങളും നമുക്ക് ഇവിടെ നിന്ന് പഠിക്കുവാനായിട്ടുണ്ട്. ഈ അബിഗയിൽ വളരെ സഹനമുള്ള ഒരു സ്ത്രീയായിരുന്നു. വിശേഷാൽ വളരെ കഠിനനായ, ആർക്കും ഒന്നും തന്നോട് മിണ്ടിക്കൂടാ, അവൻ വളരെ കഠിനനാണ് എന്ന് പറഞ്ഞ ആ ഭർത്താവായ നാബാലിൻ്റെ കൂടെ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് വളരെ ജ്ഞാനത്തോടെ സഹനത്തോടെ അവൾ ജീവിച്ചു. എങ്ങനെ ജീവിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും കാര്യങ്ങൾ അവൾക്ക് അത്ര ഈസി ആയിരുന്നില്ല. വളരെ ഞെരുങ്ങിയും കഷ്ടപ്പെട്ടും ആ വീട്ടിൽ വളരെ സഹിച്ചും വഹിച്ചും ഒക്കെ ഈ അബിഗയിൽ അവിടെ ജീവിച്ചു പോകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവളുടെ ജ്ഞാനവും വിവേകവും ഒന്നും ആ മനുഷ്യൻ ഗൗനിക്കുകയില്ല, പരിഗണിക്കുകയില്ല, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയില്ല. എന്നാൽ അവൾ അവിടെ ദൈവഭയത്തോടെ ജീവിച്ചു എന്ന് കാണാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങൾക്കും പ്രയാസമുള്ള ഭർത്താക്കന്മാർ ഉണ്ടായിരിക്കാം. കുടുംബത്തിൽ അസ്വസ്ഥതകളോ അസമാധാനങ്ങളോ ഉണ്ടെന്നിരിക്കാം. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവകൃപ തേടി സഹനത്തോടെ നിങ്ങൾ ജീവിക്കുമെങ്കിൽ ദൈവം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരും എന്ന് ദൈവവചനം നമ്മോട് പ്രസ്താവിക്കുന്നു. അടുത്തതായിട്ട് വളരെ ധൈര്യശാലിയായ ഒരു സ്ത്രീയായിരുന്നു. ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ അത് സോൾവ് ചെയ്യാനും കുടുംബത്തിൽ ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനും വേണ്ടി അവൾ പെട്ടെന്ന് ഇടപെടുകയാണ് ചെയ്യുന്നത്. ഭർത്താവിനോട് പോലും ചോദിക്കാൻ സമയമില്ല. ഭർത്താവ് മദ്യപിച്ച് ലക്കില്ലാതെ ഇരിക്കുകയാണ്. അയാളോടൊന്നും പറയാതെ ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പെട്ടെന്ന് കഴുതപ്പുറത്ത് കയറ്റി ജോലിക്കാരെയൊക്കെ സംഘടിപ്പിച്ച് പെട്ടെന്ന് അവൾ തന്നെ കഴുതപ്പുറത്ത് ഓടിച്ചു പോവുകയാണ്. വളരെ ധൈര്യശാലിയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാനുള്ള ഒരു ദർശനം അവൾക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല, തൻ്റെ ഭർത്താവിനെ നശിപ്പിക്കാൻ വരുന്ന ദാവീദിനും ഇടയ്ക്ക് ഒരു മീഡിയേറ്ററായി, ഒരു മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു ആളായിട്ട് ഇവിടെ നമുക്ക് അബിഗയിലിനെ കാണാൻ സാധിക്കും. ഇത് നമുക്കും ആവശ്യമാണ്. മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക. ഇവിടെ ഭർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ടൊന്നുമല്ല, അയാളാണ് ഇതിന് കാരണക്കാരൻ എന്നൊന്നുമല്ല അവൾ പറയുന്നത്. അവൾ മീഡിയേറ്റ് ചെയ്ത് ഭർത്താവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. അവൾ കഴിവുള്ള ഒരു മധ്യസ്ഥത അണയ്ക്കുന്നവളായിരുന്നു എന്ന് കാണാം. എന്ന് മാത്രമല്ല, അവൾ ഭർത്താവിന് വേണ്ടി പ്ലീഡ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. കുടുംബത്തിൻ്റെ സ്വസ്ഥത, കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം, ഈ കാര്യങ്ങൾക്ക് വേണ്ടി അവൾ പ്ലീഡ് ചെയ്യാണ്, റിക്വസ്റ്റ് ചെയ്യാണ്. അവൾ വാസ്തവത്തിൽ വലിയ ധനിക കുടുംബത്തിലെ ഒരു കുടുംബത്തിലെ അംഗമാണ്. വലിയ ധനവാനായ മനുഷ്യൻ്റെ ഭാര്യയാണ്. ആ ഒരു മാന്യതയിൽ പോയി സംസാരിക്കാൻ പറ്റും. എന്നാൽ അവൾ ദാവീദിനെ കണ്ടപ്പോൾ നിലത്ത് വീണ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് റിക്വസ്റ്റ് ചെയ്ത്, അയ്യോ യജമാനനെ എന്നൊക്കെ പറഞ്ഞ് തന്നെക്കുറിച്ച് തന്നെ ഞാനൊരു എളിയ ദാസിയാണ് എന്നൊക്കെ പറഞ്ഞ് താഴ്മയോടെയാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ ഈ മഹതിയുടെ നല്ല സ്വഭാവങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവൾ വളരെ ജ്ഞാനമുള്ളവളായിരുന്നു, ശാന്തതയുള്ളവളായിരുന്നു. ഇങ്ങനൊരു വലിയ പ്രശ്നം വരുന്നു. തൻ്റെ കുടുംബത്തിലെ സകല പുരുഷ പ്രജകളെയും കൊല്ലുവാൻ നിശ്ചയിച്ച് ദാവീദും കൂട്ടരും വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ വെപ്രാളപ്പെടുകയും അയ്യോ എന്ന് നിലവിളിക്കുകയും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അസ്വസ്ഥയാകുകയും അവൾ നിലവിളിക്കുകയൊന്നും ചെയ്തില്ല. അവൾ പ്രാർത്ഥിച്ച് ഒരുപക്ഷെ പ്രാർത്ഥനയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു, എല്ലാം പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. വരുന്നിടത്ത് വെച്ച് കാര്യങ്ങൾ കാണാം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടെ അവൾ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഏതായാലും അവൾ കാര്യം നേടി. അവളുടെ ജ്ഞാനം പ്രശംസനീയമാണ്. നാം 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ വളരെ മനോഹരമായ ഒരു പ്രസംഗമാണ്
ദാവീദിൻ്റെ മുമ്പിൽ അത് എളിമയോടെയാണ് ചെയ്യുന്നത്. ആൻ എലക്വൻറ്റ് സ്പീച്ച് എന്ന് പറയാൻ സാധിക്കും. വളരെ വാചാലമായ ഭംഗിയായിരിക്കുന്ന ഒരു സംസാരമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനത് മുഴുവൻ വായിക്കുവാൻ നമുക്ക് സമയമില്ല, നിങ്ങൾ സാവകാശമായിട്ട് വായിക്കണം. എത്ര മനോഹരമായിട്ടാണ് ദാവീദിനോട് അവൾ കാര്യങ്ങൾ അവതരിപ്പിച്ച് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി മധ്യസ്ഥത അണയ്ക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ആ സ്ത്രീയുടെ സംസാരം, അവൾ ഇടപെടുന്ന രീതി ഏറ്റവും താഴ്മയുടെ ഒരു രീതിയാണ്. ഹ്യൂമിലിറ്റി അവളിൽ കാണാൻ സാധിക്കും. ഇത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ പ്രശ്നത്തിന് കാരണം ഇന്നാരാണ് എന്ന് പറയുന്നതിന് പകരം നമ്മുടെ കർത്താവായ യേശു ചെയ്തതുപോലെ മനുഷ്യജാതിയുടെ പാപങ്ങൾ തൻ്റെ മേൽ ചുമത്തി എല്ലാ കുറ്റവും ഏറ്റെടുത്ത യേശുവിനെ പോലെയാണ് ഇവൾ സംസാരിക്കുന്നത്. അതെ, 3-4 വാക്യങ്ങൾ നമുക്ക് നോക്കാം. അവളുടെ താഴ്മ, അവൾ തൻ്റെ മേൽ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്നു. കുറ്റം ഏറ്റെടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? ഇത് ഏറ്റവും അനുകരിക്കാൻ കൊള്ളാകുന്ന ഒരു കാര്യമാണ്. ലെറ്റ് us be willing to take the blame in the family, in the church, in every place that we are in. എല്ലായിടത്തും കുറ്റം ഏറ്റെടുക്കുവാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണം. അതാണ് താഴ്മയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അവളുടെ താഴ്മയെക്കുറിച്ച് കാണുവാനായിട്ട് ചില വചനങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 23-ാം വാക്യം നാം വായിച്ചു കേട്ടുവല്ലോ. അവൾ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. പിന്നെ 24-ാം വാക്യത്തിൽ അവൾ അവൻ്റെ കാൽക്കൽ വീണു, യജമാനനെ കുറ്റം എൻ്റെ മേലിരിക്കട്ടെ. അവളുടെ എളിമയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. വീണ്ടും 28-ാം വാക്യം, അടിയൻ്റെ കുറ്റം ക്ഷമിക്കണമേ. വാസ്തവത്തിൽ അബിഗയിൽ ഒരു കുറ്റവും ചെയ്തില്ല. ഷി വാസ് പെർഫെക്റ്റ്ലി ഇന്നസെൻറ്റ്. അവൾ ഒരു കുറ്റവും ചെയ്തില്ല. എങ്കിലും ഭർത്താവിൻ്റെ കുറ്റം തൻ്റെ കുറ്റമായി ഏറ്റെടുത്തുകൊണ്ട് അടിയൻ്റെ കുറ്റം ക്ഷമിക്കണമേ എന്നവൾ പറയുന്നു. ഇത് നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയുമോ ഈ സ്വഭാവം? മറ്റുള്ളവരുടെ കുറ്റം ഏറ്റെടുക്കുന്ന മഹത്തായ സ്വഭാവം നമുക്ക് അബീഗയിൽ നിന്ന് പഠിക്കുവാൻ സാധിക്കും. ഇനി 42-ാം വാക്യം നോക്കുക. 41-ാം വാക്യം, വേഴ്സ് 41. ഇതെല്ലാം കഴിഞ്ഞു, ഭർത്താവ് മരിച്ചു. അപ്പോൾ ദാവീദ് ആളയച്ചു, നിന്നെ ഭാര്യയാക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് നിലം വരെ തലകുനിച്ചു. ദാസന്മാരുടെ മുൻപിലാണ്, ദാവീദിൻ്റെ മുമ്പിലല്ല, ദാസന്മാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിലം വരെ തല കുനിച്ചു. അടിയൻ യജമാനൻ്റെ ദാസന്മാരുടെ കാലുകളെ കഴുകുന്ന ദാസി എന്ന് പറഞ്ഞു. അവൾ കഴുതപ്പുറത്ത് കയറി ദാവീദിൻ്റെ അടുത്ത് ചെന്ന് അവന് ഭാര്യയായി തീർന്നു. എത്ര മനോഹരമായ ഒരു ദൃഷ്ടാന്തമാണ് ഈ മഹതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാമോ? ഇങ്ങനെയുള്ള ഒരു എളിമയും താഴ്മയും, കുറ്റം ഏറ്റെടുക്കുന്ന, ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അതിനെതിരായിട്ട് സംസാരിക്കുന്ന, അതിനെതിരായിട്ട് റിയാക്ട് ചെയ്യുന്ന സ്വഭാവമാണോ നമുക്കുള്ളത്? അതോ കുറ്റം ഏറ്റെടുക്കുന്ന സ്വഭാവമാണോ? ഇത് നാം പഠിക്കേണ്ട വിഷയമാണ്. ക്രിസ്തുവിൻ്റെ മനസ്സ് ഇവിടെ നമുക്ക് അബിഗയിൽ കാണാൻ സാധിക്കും. 2 വചനങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. അത് രണ്ടും ക്രിസ്തുവിൻ്റെ ആ എളിമ നാമും ഉൾക്കൊള്ളണം എന്ന് പറയുന്ന വചനങ്ങളാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8-ാം വചനം നമുക്ക് വായിക്കാം. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് യേശു, നമ്മുടെ കർത്താവായ യേശു അനുസരണമുള്ളവനായി തീർന്നു എന്ന് ഇവിടെ വായിക്കുന്നു. ഇതാണ് നാം ഈ അബിഗയിലിൽ കാണാൻ കഴിയുന്നത്. നമുക്കും ഇന്ന് ആ മഹതി ഒരു മാതൃകയായിരിക്കുന്നത് ഈ കാര്യത്തിലാണ്. 1 പത്രോസ് 5-ാം അധ്യായം 5-ാം വാക്യം കൂടെ വായിക്കാം. 1 Peter chapter 5 verse 5. ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. അത് 2000 വർഷം മുമ്പ് എഴുതിയ അന്നും ഇന്ന് ഈ കാലത്തും അത് സത്യമാണ്. അഹങ്കാരികളോട്, പൊങ്ങച്ചക്കാരോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് അവൻ കരുണയും കൃപയും നൽകുന്നു. അങ്ങനെയാണ് ഈ അബിഗയിലിന് ദൈവത്തിൻ്റെ കരുണയും കൃപയും ലഭിച്ചത്. അങ്ങനെയാണ് അവൾക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടി ഇസ്രായേലിലെ രാജ്ഞിയായി തീരുവാൻ സാധിച്ചത്. അതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പാഠങ്ങൾ ഉൾക്കൊള്ളാമോ? അബിഗയിൽ ദൈവത്തിൽ വിശ്വാസവും ആശ്രയവുമുള്ള ഒരു സ്ത്രീയായിരുന്നു. ഇന്ന് അവൾ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായി, സഹോദരന്മാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും ഒരു മാതൃകയായി നിൽക്കുന്നു. പ്രത്യേകിച്ചും സഹോദരിമാർ, സിസ്റ്റേഴ്സ്,
ഈ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ മാതൃക നിങ്ങൾ ഉൾക്കൊള്ളുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും. എല്ലാവർക്കും ഇതൊരു നല്ല പാഠമായിരിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ദൈവം ഈ തലമുറയിൽ ഇങ്ങനെയുള്ള എളിമയുള്ള, താഴ്മയുള്ള, കുറ്റം ഏറ്റെടുക്കുന്ന സ്വഭാവമുള്ള അനേകം സഹോദരിമാരെയും സഹോദരന്മാരെയും ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ അബിഗയിലിൻ്റെ സഹനവും അവളുടെ ക്ഷമയും അവളുടെ ജ്ഞാനവും അവളുടെ ആത്മീയമായ കാഴ്ചപ്പാടും അവളുടെ പ്രവാചക ശുശ്രൂഷയും എളിമയുള്ള സ്വഭാവവും നമുക്ക് ഒരു മാതൃകയായിരിക്കുന്നു. ദൈവം നമ്മെ ഇങ്ങനെയുള്ള ജീവിതത്തിലേക്കാണ് നയിക്കുന്നത്. നമുക്ക് ഈ വചനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.